ഇ.ഡി. ഡയറക്ടർ വന്നത് അറസ്റ്റിനു വേണ്ടിയോ? പിണറായിയും മകളും പരക്കം പാച്ചിൽ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡയറക്ടറായിട്ടുള്ള രാഹുൽ നവീൻ കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. നാളെ രാവിലെ 10:15 നിർണായകമായ ഇ.ഡി. ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം അദ്ദേഹം കൊച്ചിയിലെ സോണൽ ഓഫീസിൽ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. വളരെ അത്യപൂർവമായി മാത്രമേ ഇ.ഡി. ഡയറക്ടർ ഇത്തരത്തിൽ സംസ്ഥാനങ്ങളിലേക്ക് വരാറുള്ളൂ. അങ്ങനെ ഒരു വരവാണ് ഇപ്പോൾ രാഹുൽ നവീൻ നടത്തിയിരിക്കുന്നത്. നിർണായകമായ ഒരു നീക്കം. ഇതിൻ്റെ പശ്ചാത്തലം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ട് പശ്ചാത്തലമാണ് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന്, നാളെയാണ് CMRLന്റെ ഹർജിയിലെ വിധി ഹൈക്കോടതി പറയുക. അതായത് തങ്ങൾക്കെതിരായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നിർത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CMRL ഹർജി നൽകിയിരുന്നു. ആ ഹർജിയിൽ ജസ്റ്റിസ് രാജവിജയരാഘവനും വി ജയകുമാറും നാളെ വിധി പറയും. CMRLനെതിരെ ഇ.ഡി. അന്വേഷണം തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലെ വിധി നാളെയാണ് ഹൈക്കോടതിയിൽ നിന്ന് വരിക. അതാണ് ഒന്നാമത്തെ സാഹചര്യം. രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ CPIM പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിച്ചു. അതിൽ ഇ.ഡി. തൃപ്തരല്ല. അതിൻ്റെ അന്വേഷണം SITക്ക് വിട്ടെങ്കിലും ഇ.ഡി. ഉദ്യോഗസ്ഥർ തൃപ്തിയിലല്ല. മറിച്ച് എത്രയും വേഗം ഈ നേതാക്കളെ, ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് 26 CPIM പ്രവർത്തകരാണ്. മറിച്ച് CPIM നേതാക്കളെ വി ജോയി MLA, മുൻ മന്ത്രിമാരായിട്ടുള്ള വി ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, അതേപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മുൻ മേയറായിട്ടുള്ള തിരുവനന്തപുരം മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ, അങ്ങനെ നിരവധി CPM നേതാക്കൾ ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഇ.ഡിയെ ആക്രമിച്ചപ്പോൾ അവരവിടെ ഉണ്ടായിരുന്നു, അവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ ഇ.ഡി. സംതൃപ്തരല്ല. മറിച്ച് നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്യണം എന്ന നിലപാടിലാണ് ഇ.ഡി. എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നും മാത്രമല്ല, ഒരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഈ കേസിൽ കക്ഷി ചേരാൻ ഇ.ഡി. താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഈ ഇ.ഡിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സ്വകാര്യ ഹർജി ഹൈക്കോടതിയുടെ മുൻപാകെ എത്തിയിരിക്കുന്നു. ഇങ്ങനെ വിവിധ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് രാഹുൽ നവീന്റെ നിർണായകമായിട്ടുള്ള ഒരു നീക്കം. നാളെ CMRLന്റെ ഹർജിയിൽ ഹൈക്കോടതി അനുകൂലമായിട്ടുള്ള ഒരു വിധി പറഞ്ഞാൽ, ഇ.ഡിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി പറഞ്ഞാൽ അന്വേഷണം തുടരാം. വീണ വിജയനെതിരായിട്ടുള്ള നടപടികൾ നേരത്തെ തന്നെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, തുടരാം, അതിൽ തടസ്സമില്ല. CMRLന്റെ കേസിന് മാത്രമേ ഈ തടസ്സമുള്ളൂ. അതുകൊണ്ട് നാളത്തെ ഹൈക്കോടതിയുടെ CMRLനെതിരായിട്ടുള്ള വിധി വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അനുകൂലമായി, ഇ.ഡിക്ക് അനുകൂലമായി ഹൈക്കോടതിയുടെ ഒരു വിധി വന്നാൽ അറസ്റ്റിലേക്ക്, വീണ വിജയന്റെ അടക്കമുള്ള അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് പിണറായി വിജയന്റെയും മകളുടെയും ഭാവി തുലാസിൽ നിൽക്കുന്നു. പ്രത്യേകിച്ച് വീണ വിജയന്റെ ഭാവി തുലാസിൽ നിൽക്കുന്നു. പിണറായി വിജയൻ ഈ കേസിൽ കക്ഷിയല്ല, അദ്ദേഹം ഇതിൽ നിരപരാധിയാണ്. പക്ഷേ എക്സാലോജിക്കിന്റെ ഉത്തരവാദി എന്ന നിലയിൽ വീണ വിജയന് ഇതിൽ നിർണായക പങ്കുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ എക്സാലോജിക്കിന്റെ പങ്കുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം തുടരാമെന്ന് 1-ാം തീയതിയിലെ ഹൈക്കോടതി വിധിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളത്തെ CMRLന് എതിരായിട്ടുള്ള ഒരു വിധി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ വീണ വിജയനെ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് അകത്താക്കാനുള്ള ശ്രമം ഇ.ഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നോക്കുക, നാളെ രാവിലെ ആയിരിക്കും CMRLന്റെ ഹർജിയിൽ വിധി പറയുന്നത്. രാഹുൽ നവീൻ യോഗം വിളിച്ചിട്ടുള്ളതും രാവിലെയാണ്. രാവിലെ 10:15 രാഹുൽ നവീൻ ഉന്നത ഇ.ഡി ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി വിധി എന്ത് തന്നെയായാലും അതിൽ എന്ത് നടപടി സ്വീകരിക്കണം? ഒരുപക്ഷെ ഇ.ഡിക്ക് അന്വേഷണം തുടരാം, CMRLന് എതിരെ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടാൽ ഉടനടി നടപടികൾ ഉണ്ടാവും. കാരണം വിധി CMRLന് എതിരാണെങ്കിൽ അവർ അപ്പീൽ പോകാൻ സാധ്യതയുണ്ട്. ആ സമയം കൊടുക്കാതെ എത്രയും വേഗം തന്നെ വീണയെ അടക്കം അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ നാളത്തെ യോഗത്തിൽ രാഹുൽ നവീൻ ആവിഷ്കരിക്കുമോ? അങ്ങനെ ഒരു തീരുമാനം നാളത്തെ 10:15 കൊച്ചി സോണൽ ഓഫീസിൽ ചേരുന്ന യോഗത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്
കാത്തിരുന്ന് കാണേണ്ടുന്ന കാര്യം. കാരണം അത്യപൂർവമായിട്ടാണ് ED ഡയറക്ടർ ഇത്തരത്തിൽ നേരിട്ട് സംസ്ഥാനങ്ങളിലേക്ക് എത്തുക. വളരെ അത്യപൂർവമായിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ED ഡയറക്ടർ നേരിട്ട് വരേണ്ടതുള്ളൂ. അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥരാണ് സാധാരണ ഇത്തരം കേസുകളിൽ എത്തുക. ഇത് EDയെ ആക്രമിച്ചു, ഗുരുതരമായി EDയുടെ വാഹനമടക്കം തടഞ്ഞു നിർത്തി 300ഓളം പേർ വരുന്ന CPMകാർ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. അവർ പ്രാണരക്ഷാർത്ഥം അന്ന് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുകയായിരുന്നു. അങ്ങനെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ക്രമസമാധാന പാലനത്തിന്റെ കാര്യത്തിൽ പോലീസ് ഇക്കാര്യത്തിൽ നിഷ്ക്രിയരായി നോക്കി നിൽക്കുകയായിരുന്നു. അതെല്ലാം തന്നെ ED ഡയറക്ടർ പരിശോധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അജണ്ടയിൽ ആ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ നാളത്തെ രാഹുൽ നവീനിന്റെ ഈ ഒരു യോഗം, ആ യോഗത്തിലെ തീരുമാനം, ആ മീറ്റിംഗിലെ തീരുമാനം, ഉന്നതതല ED ഉദ്യോഗസ്ഥരെ വിളിച്ചു കൂട്ടിക്കൊണ്ടുള്ള ആ ഒരു യോഗത്തിലെ തീരുമാനം പിണറായി വിജയന്റെ മകൾക്ക് വീണ വിജയന് നിർണായകമാണ്. ഒരുപക്ഷെ ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് CMRലുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായാൽ ഉടൻ തന്നെ വീണ വിജയനെ മാത്രമല്ല, നേരത്തെ പറഞ്ഞ ആ സ്ഥലത്തുണ്ടായിരുന്ന V ജോയി അടക്കമുള്ള, ശിവൻകുട്ടി അടക്കമുള്ള CPM നേതാക്കളെ അറസ്റ്റ് ചെയ്ത് അകത്താക്കാനുള്ള ശ്രമങ്ങളും അത്തരം നീക്കങ്ങളും നാളത്തെ യോഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. എന്ത് തന്നെയായാലും നാളത്തെ 2 കാര്യങ്ങളിൽ കേരളം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഈ ഉത്തരവ് ഏത് തരത്തിലായിരിക്കും വരിക? CMRലിന്റെ അടിയന്തരമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CMRൽ നൽകിയ ഹർജിയിൽ നാളെ വിധി പറയാൻ പോകുന്നു. അത് CMRന് അനുകൂലമാണോ അതോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പ്രതികൂലമാകുമോ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രാവിലെ 10 മണിക്ക് തന്നെ കോടതി ആദ്യത്തെ കേസായി ഇത് പരിഗണിക്കും. നാളെ വിധി പറയാനായി ഈ കേസ് മാറ്റിവെച്ചിരിക്കുന്നു. നാളെ തന്നെ വിധി ഉണ്ടാകും. അതുകൊണ്ട് CMRലിന്റെ കാര്യത്തിലും എൻഫോഴ്സ്മെന്റിന്റെ കാര്യത്തിലും ഒരേപോലെ ആകാംക്ഷയിലാണ്. CMRലിന് അനുകൂലമാണ് ഈ വിധിയെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പിൻവാങ്ങേണ്ടി വരും. അഥവാ CMRലിന് പ്രതികൂലമാണെങ്കിൽ CMRലിന് എതിരായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടനടി നടപടി സ്വീകരിക്കും. രണ്ടാമതായി പറയുന്ന കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPMന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കളെ അടക്കം ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള നീക്കത്തിലേക്ക് രാഹുൽ നവീൻ നീങ്ങുന്നെങ്കിൽ തീർച്ചയായും അത് CPMന് വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക. CPMന്റെ സമുന്നത നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ ഉടൻ തന്നെ രാഹുൽ നവീൻ ഇടപെട്ട് പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നീക്കത്തിലൂടെ CPM നേതാക്കളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഏതായാലും നാളത്തെ ഹൈക്കോടതി വിധിയുടെ ഉത്തരവിന് സമാനമായ നിലയിൽ പ്രാധാന്യമാണ് രാഹുൽ നവീൻ വിളിച്ചു ചേർത്തിട്ടുള്ള ഈ യോഗത്തിലെ തീരുമാനവും. CPM നേതാക്കളുടെ, ഉന്നത നേതാക്കളുടെ ഭാവി, വീണ വിജയന്റെ ഭാവി, വീണ വിജയന്റെ അറസ്റ്റ് എല്ലാം തന്നെ നാളെ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. സാധ്യത മാത്രമാണ് പറയുന്നത്, നാളെ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പില്ല. നാളെ രാഹുൽ നവീൻ ഏത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുക, കോടതിയുടെ വിധി ഏത് തരത്തിലായിരിക്കും എന്നതിനെയൊക്കെ സംബന്ധിച്ചിരിക്കും ഒരുപക്ഷെ വീണ വിജയന്റെ അറസ്റ്റിലേക്ക് നടപടികൾ നീങ്ങുക എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഏതായാലും നാളെ എന്ന് പറയുന്നത് 2 പേർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് CMRലിനും 2 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും തുല്യ പ്രാധാന്യമുള്ള ദിവസമാണ് നാളെ. CMRലിന് അനുകൂലമായി വിധി വരുമെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അത് തിരിച്ചടിയായിരിക്കും. ഇനി അതല്ല അനുകൂലമാണ് എങ്കിൽ ഉടൻ തന്നെ വളരെ ചടുല നീക്കം EDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ നവീൻ നേരിട്ട്, ED ഡയറക്ടർ നേരിട്ട് കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തു തന്നെയായാലും നാളത്തെ ഒരു ദിവസം, നാളത്തെ ഒരു പകൽ, നാളെ രാവിലെ 10 മണിക്ക് ശേഷം വളരെ നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതേണ്ടിയിരിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഈ രാത്രിയിൽ കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ നവീൻ എത്തിക്കഴിഞ്ഞു. നാളത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൃത്യം 10:15 തന്നെ സോണൽ ഓഫീസിൽ എത്തിച്ചേരണമെന്നാണ് രാഹുൽ നവീന്റെ നിർദ്ദേശം. അതനുസരിച്ച് കൃത്യം 10:15 തന്നെ യോഗം ആരംഭിക്കും. ആ യോഗത്തിന് ഒപ്പം തന്നെയായിരിക്കും ഹൈക്കോടതി വിധിയും വരിക. 10:15 എന്ന് പറയുന്നത് ഒരുപക്ഷെ 10 മണിക്ക് ഈ ഹർജി എടുക്കുന്നു, 15 മിനിറ്റകം ഹൈക്കോടതിയുടെ വിധി വരും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ
നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ 10-15 എന്നുള്ള നിലയിലേക്ക് ഈ യോഗത്തിൻ്റെ സമയം നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലാണ് രാഹുൽ നവീൻ ഈ സമയം, മീറ്റിംഗിൻ്റെ സമയം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്നുള്ള ഏത് വിധി വന്നാലും, ഏത് തരത്തിലെ വിധി വന്നാലും അതിനെ എങ്ങനെ നേരിടണം എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ മാസ്റ്റർ പ്ലാനുമായിട്ടാണ് രാഹുൽ നവീൻ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ വീണ വിജയനും CMRL-നും എൻഫോഴ്സ്മെന്റിനും കൃത്യമായ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ് നാളത്തെ പകൽ. പ്രത്യേകിച്ചും നാളെ രാവിലെ 10 മണിക്ക് ശേഷം എന്താണ് സംഭവിക്കുക എന്നുള്ളത് ആകാംക്ഷയോടെ കേരളം കാത്തിരിക്കുന്നു. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.